നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നമുക്കിവിടെ ഒരാളെ പരിചയപ്പെടാനുണ്ട്. ആരെയാ? ഒരു മിടുക്കി കുട്ടിയെ. ദൈവത്തിന് വലിയ ഇഷ്ടമാണ് അവളെ. എന്താ അവളുടെ പേര്? അന്ന. ഇന്ന് അവളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതെയോ? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ പ്രത്യേകത? അതിന് നിങ്ങൾ അന്ന ആരാണെന്ന് അറിയണം. ദൈവത്തിന് അന്ന എങ്ങനെ പ്രിയപ്പെട്ടവളാണെന്ന് അറിയണം. ഈ ഗ്രാമത്തിലെ കൃഷിക്കാരനായ ജോസഫിന്റെ മകളാണ് അന്ന. ജോസഫ് ഈ നാട്ടിലെ ജന്മിയായ ഈനാശുവിന്റെ പുരയിടത്തിലാണ് ജോലി ചെയ്യുന്നത്. നോക്കി കളക്കട ജോസഫേ, തെങ്ങിന്റെ വേരൊന്നും മുറിയരുത്. എന്താണോ ഒന്നും മിണ്ടാത്തത്? എത്ര വർഷമായി ഞാൻ ഇവിടെ പണിയെടുക്കുന്നു മുതലാളി. ഇന്നേ വരെ ചെടിക്കൊക്കെ എന്തെങ്കിലും കുഴപ്പം ഞാൻ വരുത്തിയിട്ടുണ്ടോ? അതൊന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച 1 ഡസൻ വാഴത്തൈകളാ നശിച്ചു പോയത്. അതിനെക്കുറിച്ച് മറന്നുപോയോ? അയ്യോ എന്റെ മുതലാളി, അതെന്തോ അസുഖം വന്നിട്ടാ, മറ്റൊന്നുമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങി അടിക്കണമെന്ന്. അന്നേരം മുതലാളി എന്താ പറഞ്ഞ്? കാശ് മുടക്കുന്ന പരിപാടിയാ, നിങ്ങ വേണ്ടാന്ന് അതല്ലേ പറഞ്ഞേ?
വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ പറയണ്ട. നീ നിന്റെ ജോലി ചെയ്താ മതി. ഇതൊന്ന് തയ്ച്ചു തരുമോ? ഇപ്പം പറ്റില്ല മോളെ, അപ്പന് ആഹാരം കൊണ്ടുപോകാറായി. ശരി അമ്മേ, വൈകുന്നേരം മതി. മോൾ അകത്ത് നിന്ന് ആ തോർത്തുമുണ്ടെടുത്തേ. ഇതെന്താ ഇങ്ങനെ? ഈ വെയിലത്ത് മനുഷ്യരാരെങ്കിലും പുറത്തിറങ്ങുമോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരോഗ്യം പോലും നോക്കാതെ അതൊക്കെ ചെയ്താ പോരെ? ഓ, അതൊന്നും പറ്റില്ലടി. മുതലാളി എപ്പോഴെങ്കിലും കേറി വന്നാലേ ഇത്ര നേരവും പണിയെടുത്തത് വെറുതെ ആവൂ. അയാളാണെങ്കിൽ എങ്ങനെയാ അപ്പൊ കാശ് കൊടുക്കാണ്ടിരിക്കാന്ന് ആലോചിച്ച് നടക്കുക. നമ്മുടെ മോൾക്ക് അടുത്ത ദിവസം സ്കൂൾ തുറക്കുക. പുസ്തകങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. എനിക്കറിയാം, ഞാൻ മുതലാളിനോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പം തരൂ. മുതലാളി കാശ് തരുമോ? അപ്പാ, അടുത്ത തിങ്കളാഴ്ചയാ ക്ലാസ് തുടങ്ങുന്നേ. പുസ്തകം വാങ്ങണം, ഉടുപ്പും വാങ്ങണം. മോളെ, അപ്പന്റെ കയ്യിൽ ഇന്ന് കാശില്ലാലോ മോളെ. ഇനാച്ച് മുതലാളി നാളെ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാ വാങ്ങാം കേട്ടോ. എന്തുണ്ടടാ ജോസഫേ വിശേഷം? ഒന്നുമില്ല മുതലാളി, സുഖായിരിക്കുന്നു. എന്നാ പണി നടക്കട്ടെ. അല്ല മുതലാളി, ഞാൻ ഇന്നലെ ചോദിച്ച കാശോ? എന്ത് കാശ്? അയ്യോ, ഞാൻ പറഞ്ഞല്ലേ മുതലാളി. ആ കാശ്. എടാ, ഇപ്പൊ അവസ്ഥയൊക്കെ മോശമാടാ. നോക്കട്ടെ, നിരോധിച്ചില്ലേ കാശൊക്കെ? കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അയ്യോ എന്റെ മുതലാളി, എന്റെ മോളെ സ്കൂളിൽ ചേർക്കാനുള്ള പൈസയാ. അത് പറഞ്ഞപ്പോഴാ, വീട്ടിൽ പുറം പണിക്ക് ഒരാളെ വേണം. നിന്റെ മോള് സ്കൂളിൽ പോണില്ലെങ്കിൽ അവളോട് പറഞ്ഞേക്ക് വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങാൻ. അല്ലാതെ പുറത്തു നിന്ന് വിളിച്ചാ. അവള് ചെറിയൊരു മോളല്ലേ മുതലാളി, പഠിക്കുന്ന പ്രായ. സ്കൂൾ പറഞ്ഞേക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം. പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്തിനാടാ? എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം. അല്ലാതെ പഠിപ്പിക്കാൻ എന്നും പറഞ്ഞ് കാശ് ചെലവാക്കണോ? അവളെ നല്ലോണം പഠിക്കും. എടോ, അവള് പഠിച്ച് വലിയ ഉദ്യോഗസ്ഥയായാൽ പിന്നെ പറ്റിയ ചെറുക്കൻ അന്വേഷിച്ചു പോകണ്ടേ? ഇതാണേൽ ഇത്തിരി കഴിയുമ്പോ കെട്ടിച്ചു വിടുകയും ചെയ്യാം. അയ്യോ, എനിക്ക് പോയിട്ട് കൈസറിന് തീറ്റ കൊടുക്കാനുള്ളതാ. പോട്ടെ. അന്ന, നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. അകത്ത് കയറിയിരിക്കെ. അപ്പൻ വന്നില്ലല്ലോ അമ്മേ. ജോലി ഒരുപാടുണ്ടായിരിക്കും മോളെ. കാശൊക്കെ ചോദിക്കുന്നതല്ലേ, വൈകും. കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു പുള്ളിക്കുപ്പായം കൂടി വാങ്ങാമായിരുന്നു. കുപ്പായമൊക്കെ വാങ്ങാം, പക്ഷെ നല്ലോണം പഠിക്കണം, കേട്ടല്ലോ? അതൊക്കെ ഞാൻ ഏറ്റമ്മേ. അതാ അപ്പം വരുന്നു. മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്തു പറ്റി? ഈനാശു മുതലാളി ചതിച്ചു. ആ ലക്ഷണം കേട്ടും പൈസ തന്നില്ല. അപ്പൊ മോൾ എങ്ങനെ പഠിക്കും? ഞാൻ പൈസന്റെ കാര്യം പറഞ്ഞപ്പോ അയാള് അറിയാ, ഓള് പഠിക്കൊന്നും വേണ്ട, വീട്ടുപണിക്ക് പോയാ മതി. വീട്ടുപണിക്ക്. അയ്യേ, നിങ്ങൾ എന്തിനാ
വിഷമിക്കുന്നേ? ഈ വർഷം പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം പോവും. അതിന് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അന്ന, കയറി ഭാഗത്ത്. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! ഇത് പരീക്ഷണമല്ല, ശിക്ഷണമാണ്. എവിടെന്നാ ഈ ശബ്ദം? നീ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ്. ജോസഫിന് കൊടുത്ത വാക്ക് നീ പാലിച്ചില്ല. ദൈവം അത് കണ്ടിരിക്കുന്നു. അധ്വാനിക്കുന്നവന് അർഹതപ്പെട്ടത് കൊടുക്കണമെന്ന് ദൈവവചനമുണ്ടെന്ന് നിനക്കറിയില്ലേ? ഞാൻ എന്ത് ചെയ്യണു ഇനി? ഇത്രയും വേഗം അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക. അല്ലാത്ത പക്ഷം ഇനിയും വാല് വളരും, മൂക്കും നീളും, പല്ലുകൾ കൊഴിയുകയും ചെയ്യും. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. ഞെട്ടണ്ട ജോസഫേ, ഞാനൊന്ന് വന്നതാ. മനസ്സിലായില്ല. ഇതാ നിന്റെ കാശ്. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മേലാൽ ഞാൻ ആരെയും പറ്റിക്കില്ല. അന്നമോളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അയ്യോ, ഇത് ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലുണ്ടല്ലോ. ദൈവമേ, ഇയാൾക്ക് എങ്ങനെയാണാവോ തിരിച്ചറിവുണ്ടായത്? എന്തായാലും ദൈവം നമ്മളോടൊപ്പാ. ഇനിയിപ്പോ എനിക്കൊരു പുള്ളിക്കുപ്പായം കൂടി വാങ്ങാം, അല്ലേ അപ്പാ? പുള്ളിക്കുപ്പായം വാങ്ങണോ, പുസ്തകം വാങ്ങണോ, ഒരു കൊടയും വാങ്ങാം. ഹായ്. അങ്ങനെ ഈ നാശു ഒരു പാഠം പഠിച്ചു. നന്നായി ഗബ്രിയേൽ. പക്ഷെ എനിക്കൊരു സംശയമുണ്ട് ഗബ്രിയേൽ. ലോകത്ത് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിന് അന്നയോട് ഇഷ്ടം? അന്നയുടെ മനസ്സ് ശുദ്ധമാണ്, ഒരു പനിനീർ പുഷ്പം പോലെ ശുദ്ധം. അവൾക്കിനി ഒരു പരീക്ഷണം കൂടി ബാക്കിയുണ്ട്. എന്തു പരീക്ഷണം? പറയാം. മോളെ, സൂക്ഷിച്ചു പോണേ. പുസ്തകങ്ങളും കുടയും തോമസ് ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയാ മതി. ഉടുപ്പ് മോളുടെ അളവിന് തുന്നി വെച്ചേക്കാൻ മരിയോട് പറഞ്ഞിട്ടുണ്ട്. അതും വരുന്ന വഴി വാങ്ങിക്കോ. ശരി അമ്മേ. എന്തു പറ്റി അമ്മൂമ്മേ? എനിക്ക് വല്ലാതെ വിശക്കുന്നു മോളെ. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അയ്യോ പാവം അമ്മൂമ്മ. ദാ ഈ പൈസയ്ക്ക് വല്ലതും വാങ്ങി കഴിച്ചോളൂ. നന്ദി മോളെ. മോൾക്ക് നല്ലത് വരട്ടെ. ഇനിയിപ്പോ കൂടെ അടുത്ത മാസം വാങ്ങാമല്ലേ? പാവം അമ്മൂമ്മയ്ക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ? ദൈവമേ. അയ്യോ, കുഞ്ഞെന്തിനാ കരയുന്നേ? എന്റെ അമ്മയ്ക്ക് സുഖമില്ല ചേച്ചി. വൈദ്യരെ വിളിച്ചു വരുത്താത്തതെന്താ? വീട്ടിൽ പണമില്ല. വൈദ്യര് വന്ന പണം കൊടുക്കണ്ടേ? അയ്യോ പാവം. ദാ ഈ പണം കൊണ്ടുവയ്ക്കോ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങ്. അയ്യോ, കയ്യിലെ പണമെല്ലാം തീർന്നല്ലോ. ഇനിയിപ്പോ പുസ്തകങ്ങൾ എങ്ങനെ വാങ്ങും? ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ. അമ്മൂമ്മേ, ആഹാരം കഴിച്ചോ? സമാധാനമായോ? നീ നല്ലവളാണ് അന്ന. ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ്. അമ്മൂമ്മക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ഞങ്ങൾക്കെല്ലാം അറിയാം. ഇതെന്ത് മായാജാലം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഹായ് മാലാഖമാർ. നിന്റെ മനസ്സിന്റെ നന്മ നേരിട്ട് കാണാനാണ് ഞങ്ങൾ വന്നത്. ഇതാ നിന്റെ പണം. പോയി പുസ്തകങ്ങളും ഉടുപ്പും കുടയും എല്ലാം വാങ്ങിക്കൊള്ളൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി മാലാഖമാരെ.